ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ആനിമൽ കിങ്ഡത്തിലെ 5ാമത്തെ സെഷനാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫൈലം മൊളസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ, ഫൈലം ഹെമികോഡേറ്റ, ഈ 3 ഫൈലംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫൈലം മൊളസ്ക, ഫസ്റ്റ് ഫൈലം പഠിക്കാം. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലാണ്. അതായത് ഫസ്റ്റ് വൺ ആർത്രോപോഡ, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓർഗാനിസത്തിനെ കാണുന്നത് ഏതിലാണ്? ഫൈലം മൊളസ്കയിലാണ്. അതിന്റെ 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ള പില, ഇതിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ സാധാരണ പാടത്തും തോട്ടിലും ഒക്കെ കാണാറുള്ളതാ. അതേപോലെ ഒക്ടോപ്പസും നമ്മൾ കണ്ടിട്ടുള്ള ഓർഗാനിസ് ആണ് അല്ലെ. അപ്പോൾ പില, ഒക്ടോപ്പസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഈ മൊളസ്ക് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും അതേപോലെ തന്നെ അക്വാറ്റിക് ഹാബിറ്റാറ്റിലും കാണുന്നുണ്ട്. അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്ന മൊളസ്ക് എന്ന് പറയുന്ന മറൈൻ ഹാബിറ്റാറ്റിലും ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലും കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഇവർക്കുള്ളത്. ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ദേ ആർ സീലോമേറ്റ് ആനിമൽസ്. അതിന്റെ ബോഡി കവർ ചെയ്തിട്ട് ഒരു കാൽഷ്യേറിയസ് ഷെല്ലുണ്ട്. നോക്കിക്കേ, ഇവിടെ ബോഡി കവർ ചെയ്തിട്ടുള്ള കാൽഷ്യേറിയസ് ഷെല്ലാണ് ദൈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ കാൽഷ്യേറിയസ് ഷെല്ല് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് കേട്ടോ. ഇതിന് ഈ ഒക്ടോപ്പസിന് കാൽഷ്യേറിയസ് ഷെല്ലില്ല. ഇനി ഇതിന്റെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. സാധാരണയായിട്ട് ഇതിന്റെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. ഇനി സെഗ്മെന്റഡ് ആയിട്ടുള്ള മൊളസ്ക ഉണ്ട്. ദാറ്റ് ഈസ് സെഗ്മെന്റഡ് ബോഡി ഈസ് സീൻ ഇൻ നിയോപിലിന. സെഗ്മെന്റഡ് ബോഡി ഈസ് സീൻ ഇൻ നിയോപിലിന. അതുകൊണ്ട് തന്നെ നിയോപിലിന എന്ന് പറയുന്ന ഓർഗാനിസം അനലിഡയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയോപിലിനെ നമുക്ക് കണക്ഷൻ ലിങ്ക് ബിറ്റ്വീൻ അനലിഡ് ആൻഡ് മൊളസ്ക് എന്ന് പറയാം. അനലിഡും മൊളസ്കും തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ആണ് എന്ത്? നിയോപിലിന എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇവർക്കൊരു കാൽഷ്യേറിയസ് ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞു, അവരുടെ ബോഡി അൺസെഗ്മെന്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹെഡ്, ഇതാണ് അതിന്റെ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് മസ്കുലാർ ഫൂട്ട്. മസ്കുലാർ ഫൂട്ട് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ് കേട്ടോ. മസ്കുലാർ ഫൂട്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് മസ്കുലാർ ഫൂട്ട് ഉള്ളത്. അതായത് അത് നടക്കുന്ന ഒരുമാതിരി ഇങ്ങനെ എഴുന്നേഞ്ഞാൽ മസിൽ കൊണ്ടാണ് അത് നടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് എ വിസറൽ ഹംപ്. വിസറൽ ഹംപ് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ് കേട്ടോ. വിസറൽ ഹംപ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ് വിസറൽ ഹംപ്. ഓക്കെ, വിസറൽ ഹമ്പും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ വിസറൽ ഹമ്പിന്റെ മുകളിൽ ഈ കാൽഷ്യേറിയസ് ഷെല്ലിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്കിൻ ഫോൾഡിംഗ് കാണാൻ പറ്റും. എ സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോം എ മാൻഡിൽ ഓവർ ദ വിസറൽ ഹമ്പ്. വിസറൽ ഹമ്പിന്റെ മേലെയായിട്ട് മാൻഡിൽ എന്ന് പറയുന്ന ഒരു ചെറിയ സ്കിൻ ഫോൾഡിംഗ് കാണാൻ പറ്റും. ഈ മാൻഡിലാണ് ഈ ഷെല്ലിനെ സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ വിസറൽ ഹമ്പിന്റെ ഈ മാൻഡിലിന്റെ ഇടയ്ക്കായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. അതായത് ഇതാണ് അതിന്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്യാവിറ്റിനെ നമ്മൾ എന്താ പറയാന്നറിയാം? മാൻഡിൽ ക്യാവിറ്റി എന്നാണ് പറയാം. അതായത് സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ് ആൻഡ് ദ മാൻഡിൽ ഈസ് കോൾഡ് ആസ് മാൻഡിൽ ക്യാവിറ്റി. അവിടെ ഫെദർ ലൈക്ക് ഗിൽസ് പ്രസന്റ് ആണ്. ഇതാണ് ഈ മാൻഡിൽ ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഗിൽസ് എന്ന് പറയുന്നത്. ഈ ഗിൽസ് എക്സ്ക്രീഷനും അതുപോലെ തന്നെ റെസ്പിറേഷനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഗിൽസ് എന്തിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? എക്സ്ക്രീഷനും അതേപോലെ തന്നെ റെസ്പിറേഷനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഗിൽസിന് പറയുന്ന വേറൊരു പേരാണ് ടിനീഡിയ. CTENEDIA, ടിനീഡിയ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാൽ മൊളസ്കയിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. പക്ഷെ സെഫാലോപോഡ് മൊളസ്ക് എന്ന് പറഞ്ഞ, അതായത് തലേമില് കാലുള്ള മൊളസ്ക്, ഒക്ടോപ്പസ് പോലത്തെ ഓർഗാനിസം ഉണ്ടല്ലോ, അവർക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. ഓർത്തിരുന്നോളാം കേട്ടോ. മൊളസ്ക ജനറലി ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. പക്ഷേ ഈ സെഫാലോപോഡ് മൊളസ്കില് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സെഫാലോപോഡ് mollusk and non-cephalopod mollusk. അപ്പോൾ non-cephalopod molluskൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ സെഫാലോപോഡ് molluskൽ എങ്ങനെയാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, അതിന്റെ ടിനീഡിയാണ് എക്സ്ക്രീറ്ററി ഫംഗ്ഷനും റെസ്പിറേറ്ററി ഫംഗ്ഷനും ചെയ്യുന്നത്. അതിന്റെ ആന്റീരിയർ ഹെഡ് റീജിയനിൽ ഒരു സെൻസറി ടെന്റാക്കിൾ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇനി മൗത്തില് ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. അത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള, കണ്ടോ, അതാ ഇതാണ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റാഡുല. ഓക്കെ, ഇനി
ഈ ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊരു ഡൈഷ്യസ് ഓർഗാനിസം ആണ്. ഡൈഷ്യസ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഓർഗാനിസം ആണ്. അവർ മുട്ടയിടുന്ന ജീവികളാണ്. ഒവി പാരസ് ഓർഗാനിസം ആണ്. അവർക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷനോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനോ ആണ് നടക്കുക. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. ഇവരുടെ ലാർവ എന്ന് പറയുന്ന കോമൺ ആയിട്ട് കാണുന്ന ട്രോക്കോഫോർ ലാർവയാണ്. ജനറലി ദ ലാർവ ഈസ് ട്രോക്കോഫോർ ലാർവ. Generally, the larva is trochophore larva. Generally, it has trochophore larva. ട്രോക്കോഫോർ ലാർവ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചല്ലോ. എവിടെയാണ്? അനലിഡില് നീരീസില് ട്രോക്കോഫോർ ലാർവയാണ് ഉള്ളത് കേട്ടോ. അനലിഡില് നീരീസില് ട്രോക്കോഫോർ ലാർവയാണ് ഉള്ളത്. അതേപോലെ തന്നെ പില നമ്മൾ എവിടെയാണ് കണ്ടത്? ദാ ഈ കാണുന്ന പില. ഈ പിലയുടെ ലാർവ എന്ന് പറയുന്നത് ഇതിന്റെ വെലിഗർ ലാർവയാണ് ഉള്ളത് കേട്ടോ. പിലയുടെ ലാർവ വെലിഗർ ലാർവയാണ്. ഓക്കെ, പില ഹാസ് വെലിഗർ ലാർവ. ജനറലി ഇവർക്ക് ട്രോക്കോഫോർ ലാർവയാണുള്ളത്. അതേപോലെ തന്നെ പില എന്ന് പറയുന്ന ഓർഗാനിസത്തിന് വെലിഗർ ലാർവയാണുള്ളത്. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിലയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ആപ്പിൾ സ്നെയിൽ. പിങ്ക് ടാഡ അതിന് പറയുന്ന വേറൊരു പേരാണ് പേൾ ഓയിസ്റ്റർ. മുത്തുച്ചിപ്പി എന്ന് നമ്മൾ പറയില്ലേ. സെപ്പിയ it is also called as cuttlefish. സെപ്പിയയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് cuttlefish. ലോളിഗോ that is squid. Octopus, it is also called as devilfish. Aplysia, sea hare. Dentalium, tusk shell. And Chaetopleura, that is chitin or Chaetopleura chitin. Okay, so these are the different examples of the phylum mollusk. Phylum molluskile different examples ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. See here. Phylum Mollusca. This is a second largest animal phylum. Mollusks are terrestrial or aquatic, marine or freshwater, having an organ system level of organization. They are bilaterally symmetrical, triploblastic and coelomate animals. Body is covered by a calcareous shell and is unsegmented with a distinct head, muscular foot and visceral hump. A soft and spongy layer of skin forms a mantle over the visceral hump. The space between the hump and the mantle cavity is called as mantle cavity, in which a feather-like gills are present. They have respiratory and excretory function. The anterior head region has sensory tentacle. Mouth contain a file-like rasping organ for feeding called radula. ഇതിന് വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. മൗത്തും ഉണ്ട്, ഏനസും ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ സ്റ്റൊമക്ക് ഒക്കെയാണ്. ഇതൊക്കെ ഇൻറ്റസ്റ്റൈൻ ആണ് കേട്ടോ. അപ്പോൾ വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ഈ ഗ്രൂപ്പ് ഓർഗാനിസത്തിൽ കാണാൻ കഴിയും. അതേപോലെ ദേ ആർ ഡൈഷ്യസ് ഓർഗാനിസം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഓർഗാനിസംസ് ആണ്. അവർ ഒവി പാരസ് ഓർഗാനിസം ആൻഡ് ഒവി പാരസ് വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ജനറലി ഇറ്റ് occur through ട്രോക്കോഫോർ larva and pila has veliger larva. Examples for this is pila or apple snail, pink tada or pearl oyster, sepia or cuttlefish, loligo or squid, octopus or devilfish, aplysia or sea hare, dentalium or tusk shell and Chaetopleura or chitin. Okay, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഫൈലം എക്കിനോഡെർമേറ്റയാണ് കേട്ടോ. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റയുടെ അതിനുള്ള എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്ന കാൽഷ്യേറിയസ് ഒസിക്കിൾ ആണ് കേട്ടോ. കാൽഷ്യേറിയസ് ഒസിക്കിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കൊണ്ട് ബോൺ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് അതിനെ എക്കിനോഡെർമേറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ ബോഡി സ്പൈനി ബോഡീഡ് ആണ്. മുള്ളു പോലെ കാണും അതിന്റെ ബോഡിയുടെ സർഫസിൽ കേട്ടോ. അതിന്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അസ്റ്റീരിയാസും ഒന്ന് ഒഫ്യൂറയും. അസ്റ്റീരിയാസ് എന്ന് പറയുന്ന സ്റ്റാർ ഫിഷ് ആണ് കേട്ടോ. ഒഫ്യൂറ എന്ന് പറയുന്ന ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയും. സ്റ്റാർ ഫിഷും ബ്രിട്ടിൽ സ്റ്റാറുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് രണ്ട് എക്കിനോഡെർമേറ്റയുടെ എക്സാമ്പിൾ ആണ്. ഇതെല്ലാ ഓർഗാനിസംസും മറൈൻ ഓർഗാനിസംസ് ആണ്. മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. അവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. അഡൽട്ട് എക്കിനോഡെർമേറ്റ റേഡിയൽ സിമെട്രി കാണിക്കുമ്പോൾ ലാർവ വന്നിട്ട് ബൈലാറ്ററൽ സിമെട്രി ആയിരിക്കും കാണിക്കുക. അതായത് അഡൽട്ട് എക്കിനോഡേംസ് ദേ ഷോ റേഡിയൽ സിമെട്രി ആൻഡ് ദ ലാർവൽ സ്റ്റേജസ് ഇറ്റ് ഷോ ബൈലാറ്ററൽ സിമെട്രി. അതേപോലെ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്
അക്വാറ്റിക് ഓർഗാനിസംസ് ആണ്, സീലോമേറ്റ് ആനിമൽസ് ആണ്. അവർക്ക് 3 ജേം ലെയേഴ്സ് ഉണ്ട്, അതേപോലെ ട്രൂ സീലോമും ഉണ്ട്. അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഉള്ളത്. അതിന്റെ മൗത്ത് അതിന്റെ ബോഡിയുടെ വെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ ലോവർ പാർട്ടിലായിരിക്കും ഉള്ളത്. അതായത് ഇതൊരു എക്കിനോഡേം ആണ്. അതിന്റെ ബോഡിയുടെ അടിഭാഗത്ത് സെന്റർ റീജിയനിലുള്ള ഓപ്പണിംഗ് ആണ് മൗത്ത് എന്ന് പറയുന്നത്. മേൽഭാഗത്ത് സെന്റർ റീജിയനിലുള്ള ഓപ്പണിംഗ് ആണ് ആനസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താന്ന് വെച്ചാൽ, മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് എക്കിനോഡേംസ് എന്താന്ന് വെച്ചാൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ്, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഇതിന് 5 ട്യൂബ് ഫീറ്റ് ഉണ്ട്. ഈ 5 ട്യൂബ് ഫീറ്റിൽ കൂടിയാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് അതിന്റെ ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ കൂടിയാണ് ഒരു വാട്ടർ കനാൽ പോകുന്നുണ്ടോ, അതായത് ഇതിൽ കൂടെ വാട്ടർ പാസ് ചെയ്യും, ഇതിൽ കൂടെ വാട്ടർ പാസ് ചെയ്യും. അതായത് മൗത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഇതിൽ കൂടെ പാസ് ചെയ്യും, ഇതിൽ കൂടെ ഈ എല്ലാ കനാൽ സിസ്റ്റത്തിൽ കൂടെയും വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൽ കൂടെയും പാസ് ചെയ്യും. അതേപോലെ തന്നെ വി ക്യാൻ സി റിംഗ് കനാൽ, ഇതിന്റെ ചുറ്റും ഈ സ്റ്റൊമക്കിന്റെ ചുറ്റും വെള്ളം പാസ് ചെയ്യും. ഇവിടുത്തെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഒക്കെ കാണുന്നത് ഇവിടെയൊക്കെയാണ് കേട്ടോ. ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്നൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് വന്നിട്ട് ആ വെള്ളത്തിനകത്തുള്ള ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ലോക്കോമോഷന് വേണ്ടിയിട്ടാണ്, പിന്നെ ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം ഇതിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ടല്ലോ, ആ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞാൽ അത് ഫുഡിന്റെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, അതിന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ റെസ്പിറേഷന് വേണ്ടിയിട്ടും. കാരണം ഇത് എടുക്കുന്ന വെള്ളത്തിനുള്ളിലുള്ള ഓക്സിജൻ ആണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഒരു സെപ്പറേറ്റ് റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊന്നും പറയാൻ ഇവർക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ആ ട്യൂബ് ഫീറ്റ് അല്ലെങ്കിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ് ലോക്കോമോഷനും ഫുഡ് ക്യാപ്ചറിങ്ങിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനും അതുപോലെ റെസ്പിറേഷൻ പർപ്പസിനൊക്കെ സഹായിക്കുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല. അതിന് പകരം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ, അതായത് എക്സ്ക്രീറ്ററി വേസ്റ്റ് അമോണിയ ഫോമിൽ ബോഡി സർഫസിനെ പോറിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവാണ് ചെയ്യുക. ഓക്കെ, അവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. അതിന് പകരം ഇവിടുന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്ന നൈട്രോജീനസ് എക്സ്ക്രീറ്ററി വേസ്റ്റ് അമോണിയ ഫോമിൽ ബോഡി സർഫസിൽ കൂടെ വെറുതെ വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യാം. ഓക്കെ, എക്സ്ക്രീറ്ററി സിസ്റ്റം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആണ്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കേട്ടോ ഉള്ളത്. അവർക്ക് ഹാർട്ട് ഇല്ല, പമ്പിംഗ് വെസൽസ് ഒന്നുമില്ല, പമ്പിംഗ് ഒന്നും നടക്കുന്നില്ല. അതായത് ബോഡി ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നൊന്നുമില്ല, ഹാർട്ടും ഇല്ല, പമ്പിംഗ് വെസൽസും ഇല്ല അവർക്ക്. ഓക്കെ, ഇനി അവരുടെ സെക്സസ് എങ്ങനെയാന്ന് വെച്ചാൽ ഡൈഷ്യസ് ഓർഗാനിസംസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് യൂണിസെക്ഷൽ ഓർഗാനിസംസ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഫെർട്ടിലൈസേഷൻ വന്നിട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. അതായത് സ്പെർമും ഓവവും കൂടി വാട്ടർ മീഡിയത്തിലാണ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുക. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ത്രൂ ഫ്രീ സ്വിമ്മിംഗ് ലാർവയാണ്. അതായത് ഫ്രീ സ്വിമ്മിംഗ് ലാർവ വഴി ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. ഇവരിൽ സാധാരണ കാണുന്ന ലാർവയാണ് ബൈപിന്നേറിയ ലാർവ, അതേപോലെ തന്നെ ഓറിക്കുലേറിയ ലാർവയൊക്കെ. ബൈപിന്നേറിയ, ഓറിക്കുലേറിയ, ദീസ് ആർ 2 different types of larva present in this group of organism. ബൈപിന്നേറിയ, ഓറിക്കുലേറിയ, ഇതാണ് 2 തരത്തിലുള്ള ലാർവ ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് സാധാരണ ബൈപിന്നേറിയ കാണുന്നത് ഈ ബ്രിട്ടിൽ സ്റ്റാറിന്റെ അകത്താണ്. ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയുന്ന എന്താണ് ഇവിടെ? ഒഫിയൂറയിലാണ് ബൈപിന്നേറിയ കാണുന്നത്. അതുപോലെ സീ അർച്ചിൻ, സീ കുക്കുംബർ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അതിലൊക്കെ കാണുന്നതാണ് ഈ പറയുന്ന ഓറിക്കുലേറിയ എന്ന് പറയുന്ന ലാർവ കേട്ടോ. സോ എക്സാമ്പിൾസ് ഫോർ ദിസ് ഈസ് ആസ്റ്റീരിയാസ് ഓർ സ്റ്റാർഫിഷ്, എക്കിനസ് ഓർ സീ അർച്ചിൻ, ആന്റിഡോൺ ഓർ സീ ലിലി, കുക്കുമാരിയ ഓർ സീ കുക്കുംബർ ആൻഡ് ഒഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. ഈ എക്സാമ്പിൾസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രം ഇവിടെ എടുത്തിടാൻ കാരണം ആ വാട്ടർ വാസ്കുലാർ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ട്യൂബ് ഫീറ്റ് തന്നെയാണ്. ഈ ട്യൂബ് ഫീറ്റിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്നതിനെയാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ വെള്ളം ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനും അതിലേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റിന്റെ ഒക്കെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഫൈലം എക്കിനോഡെർമേറ്റ. These animals have an endoskeleton of calcareous ossicles and hence the name Echinodermata. Spiny bodied.
Figure 414 show this, that is Asterias and Ophiura. Asterias is nothing but starfish, Ophiura is nothing but brittle star. All are marine with organ system level of organization. The adult echinoderms are radially symmetrical but larvae are bilateral symmetrical. They are triploblastic and coelomate animals. Digestive system is complete with mouth on the lower or ventral side and anus on the upper or dorsal side. The most distinctive feature of echinoderms is the presence of water vascular system which help in locomotion, capture and transport of food and respiration. An excretory system is absent in this group of organism. Ammonia ആണ് അവരുടെ excretory waste. അത് ബോഡി സർഫസ് വഴി ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോവാണ് ചെയ്യുക. Sexes are separate. Reproduction is sexual reproduction. Fertilization is usually external. Development is indirect with the free swimming larva. ഇതിൽ സാധാരണ കാണുന്ന ലാർവയാണ് ബൈപിന്നേറിയ ലാർവയും ഓറിക്കുലേറിയ ലാർവയൊക്കെ. എക്സാമ്പിൾ അസ്റ്റീറിയാസ്, സ്റ്റാർഫിഷ്, എക്കിനസ്, sea urchin, Antidon, sea lily, Cucumaria, sea cucumber and Ophiura, brittle star. Okay, so this is all about the phylum Echinodermata. ഇനി നമുക്ക് phylum Hemichordata പഠിക്കാം. ഇനി നമ്മളിവിടെ പഠിക്കുന്ന phylum Hemichordata ആണ് കേട്ടോ. Hemichordata ആക്ച്വലി പണ്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരുന്ന കോഡേറ്റ എന്ന ഫൈലത്തിന്റെ ഒരു സബ് ഫൈലായിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹെമികോഡേറ്റയ്ക്ക് ഒരു റുഡിമെന്ററി സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ കോളാർ റീജിയനിൽ ഒരു സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു റുഡിമെന്ററി സ്ട്രക്ചർ ഉണ്ട്. ആ സ്റ്റോമോകോഡ് നോട്ടോകോഡിന്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. അതുകൊണ്ട് അത് കോഡേറ്റയാന്ന് വിചാരിച്ചു. നോട്ടോകോഡുള്ള ഓർഗാനിസം ആണല്ലോ കോഡേറ്റയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെമികോഡേറ്റനെ ആദ്യം കോഡേറ്റയുടെ ഒരു സബ് ഫൈലായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇതൊരു സെപ്പറേറ്റ് ഫൈലം ഹെമികോഡേറ്റ, അത് നോൺ കോഡേറ്റയുടെ കീഴിൽ വരുന്ന ഒരു ഫൈലം ആയിട്ട് തിരിച്ചു. ഹെമികോഡേറ്റ്സിന് ഒരു റുഡിമെന്ററി സ്ട്രക്ചർ ഉണ്ട് അതിന്റെ കോളാർ റീജിയനിൽ. അതിന് നമ്മൾ സ്റ്റോമോകോഡ് എന്ന് പറയും. ആ ഒരു സ്ട്രക്ചർ നോട്ടോകോഡിന് സിമിലർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഫൈലത്തില് സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് ഇതിനകത്തുള്ളത്. അതായത് പുഴുക്കളെ പോലെയാണ് ഇരിക്കുന്ന ഈ ഓർഗാനിസം. ഓക്കെ, അതിന് ഓർഗൻ സിസ്റ്റം അത് മറൈൻ ഹാബിറ്റാറ്റിൽ മാത്രമാണ് കാണുന്നുള്ളൂ കേട്ടോ. അതിന് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണുള്ളത്. അതേപോലെ തന്നെ അവർക്ക് ബൈലാറ്ററൽ സിമെട്രി ആണുള്ളത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. സീലോമേറ്റ് ആനിമൽസ് ആണ് കേട്ടോ. ഇവർക്ക് ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ് ആനിമൽസ് ആയിരിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഇവർ കാണിക്കുന്നത്. ഇനി ഇവിടെ ഇവരുടെ ബോഡി വന്നിട്ട് ഒരു സിലിണ്ട്രിക്കൽ ബോഡിയാണ് കേട്ടോ. സിലിണ്ടർ പോലത്തെ ഒരു ബോഡിയാണ്. ഇതിന് ആന്റീരിയർ പ്രോബോസിസ് ഉണ്ട്. ഇവിടെ ഒരു പ്രോബോസിസ് എന്ന റീജിയൻ ഉണ്ട്. ഇവിടെ ഒരു കോളാർ എന്ന റീജിയൻ ഉണ്ട്. ഇവിടെ ഒരു ട്രങ്ക് എന്ന് പറയുന്ന ടെയിൽ റീജിയൻ ഉണ്ട്. ലോങ് ട്രങ്ക് ഈസ് പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേഷൻ നടക്കുന്നത് ഗിൽസ് വഴിയാണ്. റെസ്പിറേഷൻ ഇറ്റ് ഒക്കേഴ്സ് ത്രൂ ദ ഗിൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഈ പ്രോബോസിസ് ഗ്ലാൻഡ് ആണ് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ കേട്ടോ. ഇതിന്റെ സെക്സ് വന്ന് സെപ്പറേറ്റ് ആണ്. അതായത് ഇത് ഡൈഷ്യസ് ഓർഗാനിസം ആണ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഓർഗാനിസം ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവർക്ക് നടക്കുക കേട്ടോ. ഇവരിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ത്രൂ ടോർണേറിയ ലാർവ. ടോർണേറിയ ലാർവയാണ് ഇവരിൽ സാധാരണയായിട്ട് കാണുന്നത്. ടോർണേറിയ ലാർവ. ഓക്കെ, ഇനി ഇതിന് രണ്ട് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ബലാനോഗ്ലോസസിന് കോമൺലി പറയുന്ന പേരാണ് അക്കോൺ വേം. ഓർത്തിരുന്നോട്ടോ, അക്കോൺ വോം. ACORN, അക്കോൺ വോം. Okay, Balagnoglosus is also called as acorn worm. ഇത് നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഓർത്തിരുന്നോ, ഇതിപ്പോ ഒരു വേം ടൈപ്പ് ഓർഗാനിസം ആണ്. അപ്പൊ അതിനകത്ത് ഈ അക്കോൺ വേം എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇതിനകത്ത് ഒരുപാടൊന്നും പഠിക്കാനില്ല കേട്ടോ. ഹെമികോഡേറ്റ, ഇറ്റ് വാസ് phylum Hemichordata. Hemichordata was earlier considered as a subphylum under phylum Chordata, but now it is placed as a separate phylum under non-chordata. Hemichordates have a rudimentary structure in the collar region called stomachode, a structure similar to notochord. This phylum consists of a small group of worm-like marine animals with organ system level of organization. They are bilaterally symmetrical, triploblastic and coelomate animals. The body is cylindrical and is composed of an anterior proboscis, a collar and a long trunk. Circulatory system is of open type. Respiration takes place through gills.
Excretory organ is proboscis gland. Sexes are separate. Fertilization is external. Development is indirect. Development it occurs through Tornaria larva. Examples for this is Balanoglossus and Saccoglossus. Balanoglossus is also called as acorn worm. Okay. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ 3 ഫൈലംസ് ആണ് പഠിച്ചത്. ഫൈലം മൊളസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ ആൻഡ് ഫൈലം ഹെമികോഡേറ്റ. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഫൈലം കോഡേറ്റ പഠിക്കാം കേട്ടോ.